ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ഒരു 10,000 rupees എല്ലാ മാസവും നിങ്ങൾക്ക് സേവ് ചെയ്ത് മാറ്റിവെക്കാൻ പറ്റുന്നത്, അതും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം മാറ്റിവെക്കാതെ തന്നെ. സീംസ് ഇമ്പോസിബിൾ അല്ലേ? പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കുറച്ചധികം സ്ട്രാറ്റജീസും ഞാൻ കുറച്ചധികം മെത്തേഡ്സും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യാനായിട്ട്, മണിയെ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കുന്നതാണ്. ഇത്രയും നാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിലുള്ള പൈസയല്ലേ നിങ്ങളുടെ സന്തോഷം ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള പൈസയല്ലേ നിങ്ങളെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ആദ്യം തന്നെ സ്റ്റെപ്പ് 1, ഐഡന്റിഫൈ യുവർ ബിഗ് ലീക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കുറേ അധികം പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാൽ അത് ഫൈനലി വന്ന് നിൽക്കുന്നത് വലിയൊരു എമൗണ്ടിൽ തന്നെയായിരിക്കും. നമ്മളുടെ ഏറ്റവും വലിയ ബിഗ് ലീക്ക് എവിടെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളുടെ എക്സ്പെൻസ് ചെയ്യുന്നതിലുള്ള ഏറ്റവും വലിയ ബിഗ് ലീക്ക്. ഇപ്പം ഞങ്ങളുടെ ഒരു കാര്യത്തിൽ തന്നെയാണെങ്കിൽ ഞങ്ങളൊരു 4-5 പേര് ചേർന്നായിരുന്നു നിന്നിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത്. ആ സമയത്ത് ഞങ്ങളൊക്കെ ഫൈൻ വർക്കും കാര്യങ്ങളെല്ലാമായിട്ട് ഓട്ടമാണ്. ബട്ട് എന്നാൽ ഞങ്ങളൊരു മാസം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 1 ലക്ഷത്തിലധികമാണ് സ്വിഗ്ഗി സൊമാറ്റോ മാത്രം ഫുഡ് ഡെലിവറിക്ക് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഇനി മുതൽ അതാണ് ഞങ്ങളുടെ ബിഗ് ലീക്ക് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ചെയ്തു, ഇനി മുതൽ നോ സ്വിഗ്ഗി നോ സൊമാറ്റോ അറ്റ് ഹോം എന്ന് ഞങ്ങളൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കി, 1 ലക്ഷം രൂപ നന്നായിട്ട് റിഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ എക്സ്പെൻസിൽ ഏറ്റവും വലിയ ബിഗ് ലീക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക. അനാവശ്യമായിട്ട് നമ്മൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 2, ക്രിയേറ്റ് എ സ്പെൻഡിങ് ലോഗ്. ഒരു സ്പെൻഡിങ് ലോഗ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ബുക്കിലാകാം, ഒരു പേപ്പറിലാകാം, ഏറ്റവും ബെസ്റ്റ് ഒരു എക്സലിൽ ഡേറ്റ് സഹിതം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എവിടെയൊക്കെയാണ്, എത്രയൊക്കെയാണ്, എല്ലാ ദിവസവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് എവിടെയാണ് പോകുന്നത്, ഈ പോകുന്നത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് നമുക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും ലേറ്റർ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ എല്ലാ ദിവസത്തെയും ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ ഏറ്റവും വലിയ ബിഗ് ലീക്ക് എവിടെയാണെന്നും ഏറ്റവും വലുതായിട്ട് അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ എക്സ്പെൻസ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതും. സ്റ്റെപ്പ് 3, ഓട്ടോമേറ്റ് യുവർ സേവിങ്സ് എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറെ ഒന്നുമല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പലരും മടിയന്മാരാണ് അല്ലേ? അപ്പോൾ എല്ലാ മാസവും നമ്മൾ വിചാരിക്കും, നോക്കി ഇനി മുതൽ എല്ലാ മാസവും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് 3000 രൂപ 5000 രൂപ. ബട്ട് എന്നാൽ ചില മാസം നമ്മൾ മറന്നു പോകുന്നതായിരിക്കാം. അതില്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വേറെ പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും, പിന്നെ പൈസ ഇല്ലായിരിക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ബട്ട് അതേ സമയം നമ്മൾ ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നു. SIP പോലെ നമ്മൾ പല ഇതായിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് സാലറി വരുന്ന ദിവസം, ഇല്ലെങ്കിൽ സാലറി വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് ഡെബിറ്റ് ആവുന്നു. അത് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിസിപ്ലിൻ ആയിട്ട് റെഗുലർ ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഡെഫിനറ്റ്ലി അവിടെ നടക്കുന്നതായിരിക്കും. ഇതുവഴി ഇനി നിങ്ങൾ സേവ് ചെയ്യാൻ മറന്നാലും ഓട്ടോമാറ്റിക്കലി ഇത് നടക്കുന്നതായിരിക്കും. സ്റ്റെപ്പ് 4, യൂസ് ക്യാഷ് ബാക്ക് ആൻഡ് കൂപ്പൺസ് വൈസ്ലി. നമുക്ക് ഇഷ്ടം പോലെ ഓൺലൈൻ പർച്ചേസസും ഓഫ്ലൈൻ പർച്ചേസും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ കൂപ്പൺസും ക്യാഷ് ബാക്സും കിട്ടാറുണ്ട്. ഇത് നമ്മൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇല്ലായിരിക്കും അല്ലേ? എന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇത് യൂസ് ചെയ്യണം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറേ അധികം എമൗണ്ട് എല്ലാ പർച്ചേസസുകളിലും നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. ഡെഫിനറ്റ്ലി ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം, 30 രൂപയാകാം, 100 രൂപയാകാം, 200 രൂപയാകാം. ബട്ട് എന്നാൽ ഒരു 10-200 രൂപയാകുമ്പോഴത്തേക്ക് 2000 രൂപയാണ് അത് ആയിത്തീരുന്നത് എന്ന് മാത്രം ഒന്ന് ആലോചിക്കുക. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഈ കൂപ്പൺസും ക്യാഷ് ബാക്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുക. അത് നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഫൈനലി ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റെപ്പ് 5, റെഡ്യൂസ് യൂട്ടിലിറ്റി കോസ്റ്റസ്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ആകാം, വാട്ടർ ബില്ലാകാം, ഇതുപോലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്ടിലിറ്റീസ് ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് ഇതൊക്കെ നമ്മൾ എല്ലാം കട്ട് ഡൗൺ ചെയ്യുക. നമുക്കറിയാം, ഇപ്പം എൻ്റെ കേസിൽ തന്നെയാണെങ്കിൽ നമ്മുടെ ഒരു ഓഫീസിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ 30,000 to 40,000 ആയിരുന്നു ഇലക്ട്രിസിറ്റി ബില്ല്. ബട്ട് എന്നാൽ അതിപ്പോൾ റെഡ്യൂസ് ചെയ്ത്, കാരണം അനാവശ്യമായിട്ടുള്ള ടൈമുകളിൽ AC ബാക്കി കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് റെഡ്യൂസ് ചെയ്ത് 18,000 to 22,000 റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കുറേ അധികം അനാവശ്യമായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസിൻ്റെ ഓട്ടോ പേയ്മെൻറ്റ്സ് കാണും. ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ചിലപ്പോൾ നമ്മൾ കുറച്ചധികം മാസങ്ങൾക്ക് മുമ്പ് നമ്മളത് ആക്ടിവേറ്റ് ചെയ്തിട്ടേ ആയിരിക്കും, ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 700 രൂപയാകാം, 1000 രൂപയാകാം, ഇതൊക്കെ റെഡ്യൂസ് ആവുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മൈറ്റ് ബി
നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ലീക്കേജസ് ഒക്കെ ആയിരിക്കും ഇതെല്ലാം തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി നമുക്ക് നന്നായിട്ട് വൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു 5 ഗോൾഡൻ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 റുപ്പീസ് അറ്റ്ലീസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കത്തില്ലേ? താഴെ കമന്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പേഴ്സണൽ ഫിനാൻസിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല പേഴ്സണൽ ഫിനാൻസിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റിലൂടെ അറിയിക്കുക. See you there in next video.